ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ യൂഷ്വലി ഞാൻ ഗെറ്റ് റെഡി ഫോർ ഡ്യൂട്ടിയാണ് ചെയ്യാറ്. എന്നാൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു ദിവസം കണ്ടാലോ. അപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു 5 മണിയായപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അപ്പോൾ തൽക്കാലത്തെ ഒരു ശമനത്തിന് വേണ്ടിയിട്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്താണ് ഫുഡ് കഴിക്കുന്നതെന്ന് ഒരുപാട് ആലോചനയ്ക്കൊരുമിൽ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഗോതമ്പ് പുട്ടുണ്ടാക്കി. എന്നിട്ട് തലേന്നത്തെ ചിക്കൻ കറി വെച്ച ആ പാത്രത്തിൽ തന്നെ ഞാൻ ആ ഗോതമ്പ് പുട്ടും ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് ഓവറല്ലേ എന്ന്. പക്ഷേ ആ തലേന്നത്തെ പാത്രത്തിലിട്ട് കഴിച്ചപ്പോഴേക്കും എനിക്ക് ചട്ടിക്കകത്തൊക്കെ നമ്മൾ ചോറുണ്ട് ഒരു സുഖമാണ് കിട്ടിയത്. പിന്നെ ഈ ചിക്കൻ കറി ആണെങ്കിലും അത്യാവശ്യം സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഈ ടേബിളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുത്തു. പിന്നെ ഈ ഫോട്ടോ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് തന്നാണ്. അപ്പോൾ അതും ഇങ്ങനെ ഈ ടേബിളിൽ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരെ കാണാനും എപ്പോഴും മിസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളവും ബോട്ടിലിൽ ഫില്ല് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ടീ കൂടി ഉണ്ടാക്കി. ഗ്രീൻ ടീ കുടിക്കുന്ന ശീലം ഞാൻ കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഇനീഷ്യലി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പതിയെ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്കിതിപ്പം ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോൾ 2 നേരം ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. അങ്ങനെ ഞാൻ സമയമൊന്നും കളയാണ്ട് തന്നെ പുതപ്പിനടിയിലോട്ട് കയറി. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ്. അതിൻ്റെ കൂടെ നല്ല ചൂട് ഗ്രീൻ ടീയും കൂടി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.